ഹലോ. അപ്പോൾ ഇന്ന് മമ്മിയുടെ സ്പെഷ്യൽ ഡേറ്റ്സ് അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. ഡേറ്റ്സ് ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? ഡേറ്റ്സ് അച്ചാർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് മധുരവും അതുപോലെ എരിയും തരുമ്പോൾ നല്ല രസമാണ് അല്ലേ. അപ്പോൾ അതാണ്ട് നമ്മൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കടുക്, അതുപോലെ കറിവേപ്പില, വറ്റൽമുളക്, പിന്നെ ജിഞ്ചർ, ഗാർലിക്, പച്ചമുളക് എന്നിവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ബ്രൗണായി വരുന്നവരെ നമ്മൾ വഴറ്റി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ബ്രൗണായി വന്ന ശേഷമാണ് ഇനി അടുത്ത പണി. അതിനു മുന്നേ ഈ ഒരു ഡേറ്റ്സ് അച്ചാർ ഇഷ്ടമുള്ള എത്ര പേര് ഈ ഒരു വീഡിയോ കാണുന്നുണ്ട്? കാണുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ, അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മൾ ഇതൊന്ന് വഴറ്റി വന്ന ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി നമ്മൾ കാശ്മീരിയും അല്ലാത്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കായവും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉപ്പിടാൻ മറക്കരുത് കേട്ടോ, അച്ചാറിൻ്റെ മെയിൻ സാധനമാണ് ഉപ്പ്. അപ്പോൾ ഇതിന് ഇത്രയും നേരമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരൊക്കെ ഉണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ, എന്നാൽ മാത്രമല്ലേ നിങ്ങൾക്ക് ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ്ട് നന്നായിട്ട് നമ്മൾ വഴറ്റി കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം തന്നെ കാണാൻ നല്ല രസമുണ്ട്, ആ ഒരു ചുമച്ചുമാന്നിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ മെയിൻ ഐറ്റം ഇട്ടാലോ. നമ്മുടെ ഡേറ്റ്സ് കുരുവൊക്കെ കളഞ്ഞ് നമ്മൾ ക്ലീൻ ആക്കിയ ഡേറ്റ്സ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഡേറ്റ്സ് നന്നായിട്ട് ഇതിൻ്റെ അകത്ത് മിക്സായി വരാൻ വേണ്ടി നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് വെന്ത് അതിലേക്ക് വരണം. അങ്ങനെ വരുമ്പോൾ തന്നെ ദാണ്ടി കാണുമ്പോൾ തന്നെ ഒന്ന് കൊതി ചെയ്യുന്നുണ്ട് കഴിക്കാനായിട്ടില്ലേ. അപ്പോൾ ദാണ്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനെ നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഗൈസ്. ഏകദേശം ദാണ്ടി കാണാൻ ഇങ്ങനെയൊക്കെ ആവും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത്? ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണോ, അതോ ഇനി നന്നായിട്ട് വെന്ത് വരണോ? അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ ഇരിക്കും. അപ്പോഴേക്ക് ഇനി നമുക്ക് നമ്മുടെ ഒരു രഹസ്യ ഐറ്റം, അതായത് ദാണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് എരിയും മധുരവും ഒക്കെ വേണ്ടേ, അതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ശർക്കരയാണ് കേട്ടോ. കുറച്ച് നമ്മൾ ശർക്കരയും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. സോ ഇനിയിപ്പം ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം ഊറില്ലേ, ആണല്ലേ, നല്ല രസമുണ്ട് അല്ലേ ഗൈസ് കാണാൻ. അപ്പോൾ അതാണ്ട് നമ്മുടെ സാധനം എന്താണ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി മമ്മി ഇതാണ്ട് ഇതിൻ്റെ അകത്തൊക്കെ എടുത്ത് വെക്കുന്നു. എന്തിടോ എന്തോ ഇതൊരു ദിവസത്തിൽ തന്നെ തീരും ഗൈസ്. അപ്പം നിങ്ങളുടെ ഇവിടെ ഇങ്ങനെയാണോ അച്ചാർ ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെയാണോ? നമ്മളെവിടെ വെച്ച് ഒരു ദിവസമൊക്കെ അതിനുള്ളിൽ എല്ലാം കാലിയാക്കും കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ? ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം മറക്കല്ലേ. അപ്പോൾ ടാറ്റാ.